ടെക് വാർത്തകളിലേക്ക്. ഇന്ത്യക്കാർക്ക് പ്രിയം ചൈനീസ് ഉൽപ്പന്നങ്ങളെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 62% ഇന്ത്യക്കാരും മെയ്ഡ് ഇൻ ചൈന ഉൽപ്പന്നങ്ങൾ വാങ്ങിയതായി കണ്ടെത്തി. ഇന്ത്യക്കാർ കൂടുതലും വാങ്ങുന്നത് ചൈനീസ് ഗാഡ്ജറ്റുകളും മൊബൈൽ അക്സസറികളുമാണെന്ന് കമ്മ്യൂണിറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലോക്കൽ സർക്കിൾസിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ മെയ്ഡ് ഇൻ ചൈന ഉൽപ്പന്നങ്ങൾ വാങ്ങിയതായി 62% ഇന്ത്യക്കാരും പറഞ്ഞു. ഇന്ത്യയിൽ ഉടനീളമുള്ള 387 ജില്ലകളിൽ നിന്നുള്ള 39,000-ലധികം ആളുകളിൽ നിന്ന് സർവേയ്ക്ക് പ്രതികരണങ്ങൾ ലഭിച്ചു. ചൈനീസ് സാധനങ്ങൾ ബഹിഷ്കരിക്കാൻ വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ ആവർത്തിച്ച് ആഹ്വാനം ചെയ്തിട്ടും ഈ പുരോഗതി കൈവരിക്കാനായതാണ് ശ്രദ്ധേയമായ കാര്യം. യുഎസും ചൈനയും തമ്മിലുള്ള താരിഫ് യുദ്ധം കണക്കിലെടുക്കുമ്പോൾ ഡംപിംഗ് തടയുന്നതിന് ഒരു നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കാൻ ഇന്ത്യൻ സർക്കാർ ആലോചിക്കുന്ന ഘട്ടത്തിലാണ് പഠനം പുറത്തുവന്നിരിക്കുന്നത്. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്കപ്പുറം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റം ദേശീയ സുരക്ഷയ്ക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുവെന്ന് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഏകദേശം 500 ചൈനീസ് ആപ്പുകൾ തടയുന്നതും നിരീക്ഷണ ഉപകരണ വിതരണ ശൃംഖലകളിൽ ചൈനീസ് വെണ്ടർമാരെ നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സമീപകാല നീക്കങ്ങൾ നിലപാട് കർശനമാക്കുന്നതിന്റെ സൂചനകളാണ്. ഇന്ത്യ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഒരു വലിയ വിപണിയായി മാറുമെന്ന് വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി 2018-2019 $70.3 ബില്യൺ നിന്ന് 2023-24 $101 ബില്യൺ വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. മഹാരാഷ്ട്രയിൽ JSW സ്റ്റീൽ 60,000 കോടി നിക്ഷേപിക്കും. പ്രതിവർഷം 10 ദശലക്ഷം ടൺ ഗ്രീൻ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനാണ് നിക്ഷേപം നടത്തുന്നത്. മഹാരാഷ്ട്രയിലെ സലാവിൽ പ്രതിവർഷം 10 ദശലക്ഷം ടൺ ഗ്രീൻ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി JSW സ്റ്റീൽ 60,000 കോടി നിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു. 3-4 വർഷത്തിനുള്ളിൽ ഗ്രീൻ പ്ലാന്റിൽ നിക്ഷേപം നടത്തുമെന്നും യൂറോപ്യൻ യൂണിയൻ വിപണികൾക്ക് ഇത് സഹായകമാകുമെന്നും JSW ഗ്രൂപ്പ് ചെയർമാൻ സജ്ജൻ ജിൻഡാൽ പറഞ്ഞു. പ്രാരംഭഘട്ടത്തിൽ പ്ലാന്റ് പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുമെന്നും സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ ഹൈഡ്രജനിലേക്ക് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രീൻ സ്റ്റീൽ പ്ലാന്റ് കാർബൺ ഉദ്വമനം 5-1 കുറയ്ക്കുമെന്ന് ചൊവ്വാഴ്ച മുംബൈയിൽ നടന്ന ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി വാർഷികാഘോഷത്തിൽ അദ്ദേഹം പറഞ്ഞു. MG മോട്ടോഴ്സുമായുള്ള സഹകരണത്തിനപ്പുറം താങ്ങാവുന്ന വിലയിൽ ഹൈടെക് കാറുകൾ വികസിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ജിൻഡാൽ പറഞ്ഞു. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കാൻ ഓട്ടോ ഘടക വ്യവസായം പൂർണ്ണമായും സജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. OpenAI എക്സിന് ബദലായി സമാന മോഡൽ സോഷ്യൽ ആപ്പ് വികസിപ്പിക്കുന്നു. ഇതോടെ ഇലോൺ മസ്കും OpenAI തലവൻ സാം ആൾട്ട്മാനും തമ്മിലുള്ള പോര മൂർച്ഛിക്കും. എക്സിന് സമാനമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിക്കാനുള്ള ശ്രമങ്ങളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഭീമന്മാരായ OpenAI. OpenAIയുടെ പ്രമുഖ ചാറ്റ്ബോട്ടായ ChatGPTയുടെ ഇമേജ് ജനറേഷൻ പ്രോട്ടോടൈപ്പ് അടിസ്ഥാനത്തിലാണ് സോഷ്യൽ നെറ്റ്വർക്ക് തയ്യാറാകുന്നത്. ഈ സോഷ്യൽ നെറ്റ്വർക്ക് സംവിധാനത്തെ പ്രത്യേക ആപ്ലിക്കേഷനായാണോ അതോ ChatGPTക്കുള്ളിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർഫേസ് ആയാണോ OpenAI അവതരിപ്പിക്കുക എന്ന് വ്യക്തമല്ല. ആരംഭഘട്ടത്തിലാണ് ഈ പ്രോജക്റ്റ്. എങ്കിലും പദ്ധതിയെക്കുറിച്ച് OpenAI CEO സാം ആൾട്ട്മാൻ ആളുകളുടെ പ്രതികരണം ആരാഞ്ഞു വരികയാണ് എന്ന് മാധ്യമ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. 2015 ആൾട്ട്മാനും മസ്കും അടക്കമുള്ള ഒരു സംഘമാണ് OpenAI സ്ഥാപിച്ചത്. എന്നാൽ 2018 ഇലോൺ മസ്ക് ഡയറക്ടർ ബോർഡിൽ നിന്ന് രാജിവെച്ച് OpenAI വിട്ടു. മസ്ക് പോയതിനു ശേഷമാണ് ആൾട്ട്മാന്റെ നായകത്വത്തിൽ OpenAI ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ലോക ശക്തികളാവുന്നത്. ഇലോൺ മസ്കും സാം ആൾട്ട്മാനും തമ്മിൽ ഇതിനകം ടെക് ലോകത്ത് വലിയ നിയമപോരാട്ടം നടക്കുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം OpenAIയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. OpenAI അണിയറയിൽ തയ്യാറാകുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈ രംഗത്തെ ഏറ്റവും കരുത്തന്മാരായ മെറ്റയ്ക്കും വെല്ലുവിളിയായേക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ത്രെഡ് തുടങ്ങിയ സാമൂഹിക മാധ്യമ ആപ്ലിക്കേഷനുകളുടെ ഉടമകളാണ് മെറ്റ. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യയിൽ നിന്ന് ഐഫോൺ കയറ്റുമതി കൂട്ടാനായി ആപ്പിൾ. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ആപ്പിൾ 30 ലക്ഷത്തിലധികം മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ കയറ്റുമതി ചെയ്തു. ഇന്ത്യൻ വിപണിയിൽ മുന്നേറ്റം തുടരുകയാണ് ആപ്പിൾ. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ കയറ്റുമതി ചെയ്തത് 22 ലക്ഷത്തിലധികം ഐഫോണുകളാണ്.
ഇതിൽ നിന്ന് വൻ വർധനവാണ് ഈ വർഷം ഇതേ കാലയളവിൽ രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ വിപണിയിൽ കമ്പനിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണിത് അടിവരയിടുന്നത്. പലിശരഹിത പ്രതിമാസ തവണകൾ, ക്യാഷ് ബാക്ക് ഓഫറുകൾ, ഓൺലൈൻ റീറ്റെയിൽ വിൽപ്പന സൗകര്യം എന്നിവ ഇന്ത്യയിൽ ആപ്പിളിന് ഗുണം ചെയ്തതായി മാർക്കറ്റ് ഇന്റലിജൻസ് സ്ഥാപനമായ IDCയുടെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ പാദത്തിൽ ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണിയിൽ മൊത്തത്തിലുള്ള കുറവ് ആപ്പിളിനെ ബാധിച്ചില്ല. ഏറ്റവും പുതിയ മോഡലായ iPhone 16 സീരീസ് ആണ് കൂടുതൽ വിറ്റഴിഞ്ഞത്. കഴിഞ്ഞ വർഷം വിൽപ്പനയിൽ മുന്നിൽ നിന്ന iPhone 15, iPhone 13 എന്നിവയെ പുതിയ മോഡൽ മറികടന്നിരുന്നു. 2024 അമേരിക്ക, ചൈന, ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ആഗോളതലത്തിൽ ആപ്പിളിന്റെ 4ാമത്തെ വലിയ വിപണിയായി ഇന്ത്യ മാറി. വർഷം തോറും 1,20,00,000 ഐഫോണുകളുടെ കയറ്റുമതിയാണ് നടന്നത്. വർഷം തോറും 35% വർധനവും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്ക്രീനില്ലാത്ത സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇറക്കാൻ ഓപ്പൺ AI. ടച്ച് സ്ക്രീനിന് പകരം ശബ്ദത്തെയും AIയെയും ആശ്രയിക്കുന്ന ഫോണായിരിക്കും ഇത്. ഓപ്പൺ AI സോഫ്റ്റ്വെയറിന് പുറമെ ഹാർഡ്വെയറിലേക്കും ചുവടുമാറുന്നു. സ്ക്രീനില്ലാത്ത ഫോണിനെ സംബന്ധിച്ച വാർത്തകൾ പക്ഷേ കമ്പനി സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും AI അനുബന്ധ ഉപകരണങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഈ പദ്ധതിക്ക് നിക്ഷേപകരുടെ വൻ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുണ്ട്. ആപ്പിൾ സഹസ്ഥാപകനായിരുന്ന അന്തരിച്ച സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറൻ പവൽ ജോബ്സ് അടക്കം നിക്ഷേപം നടത്തിയേക്കുമെന്നാണ് സൂചനകൾ. പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സ്ഥാപനങ്ങളുമായി മാത്രമല്ല മുൻനിര എഞ്ചിനീയർമാരുമായും ഡിസൈനർമാരുമായും അടക്കം ഓപ്പൺ AI പങ്കാളിത്തത്തിന് ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.